പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ വചന പാരായണ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. ദൈവവചന വായനയിലൂടെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ നമ്മൾ നടത്തിവന്ന മനോഹരമായ യാത്രയുടെ അവസാന ദിനങ്ങളിലാണ് നമ്മൾ. ഇന്ന് 362-ാമത്തെ ദിവസം. ഇന്നത്തെ വായനകൾ വെളിപാട് പുസ്തകത്തിൻ്റെ 12 മുതൽ 14 വരെ അധ്യായങ്ങൾ, എബ്രായ ലേഖനം 1 മുതൽ 4 വരെ അധ്യായങ്ങൾ, സുഭാഷിതങ്ങൾ 31-ാം അധ്യായം, വാക്യങ്ങൾ 19 മുതൽ 22 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. വെളിപാട് അധ്യായം 12. സ്ത്രീയും ഉഗ്രസർപ്പവും. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. ഈറ്റുനോവാലും പ്രസവക്ലേശത്താലും അവൾ നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരടയാളവും കാണപ്പെട്ടു. ഇതാ, തീ നിറമുള്ള ഒരു മഹാവ്യാളി. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്കെറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വ്യാളി അവരുടെ മുമ്പിൽ നിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനതകളെയും ഇരുമ്പ് ദണ്ട് കൊണ്ട് മേയിക്കാനുള്ളവനാണവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് എടുക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും വ്യാളിയോട് പോരാടി. വ്യാളിയും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ വിജയിച്ചില്ല. സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ മഹാവ്യാളി, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന പിശാചെന്നും സാത്താനെന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ രാപകൽ ദൈവസമക്ഷം നമ്മുടെ സഹോദരർക്കെതിരെ കുറ്റമാരോപിച്ചുകൊണ്ടിരുന്ന കുറ്റാരോപകൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. മരണത്തിനു മുമ്പിൽ പോലും അവർ സ്വജീവനെ സ്നേഹിച്ചില്ല. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആഹ്ലാദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ തനിക്കുള്ളൂ എന്നറിഞ്ഞ് വലിയ കോപത്തോടെ പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ പിന്നാലെ വ്യാളി പുറപ്പെട്ടു. മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നുപോകാൻ ആ സ്ത്രീക്ക് വൻകഴുകൻ്റെ 2 ചിറക് നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ സർപ്പത്തിൽ നിന്നകലെ പോറ്റപ്പെടേണ്ടിയിരുന്നു. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം വായിൽ നിന്ന് നദി പോലെ ജലം അവരുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി സ്ത്രീയെ സഹായിച്ചു. അത് വായ് തുറന്ന് വ്യാളി വായിൽ നിന്നൊഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ വ്യാളി സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിന്നു. വെളിപാട് അധ്യായം 13. 2 മൃഗങ്ങൾ. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 കിരീടങ്ങളും, തലകളിൽ ദൈവദൂഷണപരമായ നാമങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെപ്പോലെയിരുന്നു. അതിൻ്റെ കാലുകൾ കരടിയുടേതുപോലെ, വായ് സിംഹത്തിൻ്റേതുപോലെയും. വ്യാളി തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു. അതിൻ്റെ തലകളിലൊന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി. എങ്കിലും മരണകാരണമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു. ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ വ്യാളിയെ ആരാധിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെപ്പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? വൻപും ദൈവദൂഷണവും പറയുന്ന ഒരു വായ് അതിന് നൽകപ്പെട്ടു. 42 മാസം പ്രവർത്തിക്കാൻ അതിന് അധികാരവും നൽകപ്പെട്ടു. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകപ്പെട്ടു. ഓരോ ജനത്തിൻ്റെയും ഓരോ ഗോത്രത്തിൻ്റെയും ഭാഷയുടെയും ജനതയുടെയും മേൽ അതിന് അധികാരവും നൽകപ്പെട്ടു.
വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവ്വരും അതിനെ ആരാധിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. തടവിലാക്കപ്പെടേണ്ടവൻ തടവിലേക്ക് പോകുന്നു. വാളുകൊണ്ട് വധിക്കപ്പെടേണ്ടവൻ വാളിനിരയാകണം. ഇവിടെയാണ് വിശുദ്ധരുടെ സകലശക്തിയും വിശ്വാസവും. ഭൂമിക്കുള്ളിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേതുപോലുള്ള 2 കൊമ്പുണ്ടായിരുന്നു. അത് വ്യാളിയെപ്പോലെ സംസാരിച്ചു. അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും അതിലെ നിവാസികളെയും ഇടയാക്കുന്നു. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അഗ്നി ഇറക്കുക പോലും ചെയ്ത് മനുഷ്യരുടെ മുമ്പാകെ അത് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിക്കുന്നു. വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളോട് പറയുന്നു. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം നൽകപ്പെട്ടു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കാനും ആ പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത്. ചെറിയവരും വലിയവരും, ധനികരും ദരിദ്രരും, സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലങ്കൈയിലോ നെറ്റിയിലോ അടയാളപ്പെടുത്താൻ അത് നിർബന്ധിക്കുന്നു. മൃഗത്തിൻ്റെ നാമത്തിൻ്റെയോ നാമസംഖ്യയുടെയോ അടയാളമില്ലാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാനാണത്. ഇവിടെയാണ് ജ്ഞാനത്തിൻ്റെ ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ്. അതിൻ്റെ സംഖ്യ 666. വെളിപാട് അധ്യായം 14. കുഞ്ഞാടും അനുയായികളും. ഞാൻ കണ്ടു, ഇതാ കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നു. അവനോടുകൂടെ 144,000 പേരും. അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതപ്പെട്ടിരിക്കുന്നു. പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. ഞാൻ കേട്ട സ്വരം കിന്നരവാദ്യക്കാർ തങ്ങളുടെ കിന്നരങ്ങൾ മീട്ടുന്നത് പോലെയായിരുന്നു. അവർ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിക്കുന്നു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അതെ, അവർ ബ്രഹ്മചാരികളാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ വായിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. 3 ദൂതന്മാർ. ആകാശമധ്യേ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. ഭൂവാസികളോടും ഓരോ ജനതയോടും ഗോത്രത്തോടും ഭാഷയോടും ജനത്തോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട്. അവൻ ഉച്ചസ്വരത്തിൽ പറയുന്നു, ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ മണിക്കൂർ വന്നു കഴിഞ്ഞു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. രണ്ടാമതൊരു ദൂതൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനുഗമിച്ചു, ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന മഹാബാബിലോൺ വീണുപോയി. മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവരെ അനുഗമിച്ചു, ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ അടയാളം സ്വീകരിക്കുകയോ ചെയ്താൽ ദൈവകോപത്തിൻ്റെ വീഞ്ഞ് അവിടുത്തെ ക്രോധത്തിൻ്റെ പാനപാത്രത്തിൽ അവൻ കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. അവരുടെ പീഡനത്തിൻ്റെ പുക എന്നേക്കും ഉയരുന്നു. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമത്തിൻ്റെ അടയാളം സ്വീകരിക്കുന്നവർക്കും രാവും പകലും ആശ്വാസമില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകളും യേശുവിൻ്റെ വിശ്വാസവും പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തി. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതർ. ആത്മാവ് പറയുന്നു, അതെ, അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിശ്രമിക്കും. എന്തെന്നാൽ അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു. വിളവെടുപ്പ്. പിന്നെ ഞാൻ കണ്ടു, ഇതാ ഒരു വെൺമേഘം. മേഘത്തിന്മേലിരിക്കുന്ന മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. അവൻ്റെ ശിരസിൽ സ്വർണ്ണ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട്. മറ്റൊരു ദൂതൻ മേഘത്തിന്മേലിരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നു, നിന്റെ അരിവാൾ എടുക്കുക, കൊയ്യുക. എന്തെന്നാൽ കൊയ്യാനുള്ള മണിക്കൂർ വന്നു കഴിഞ്ഞു. ഭൂമിയിലെ വിളവ് പാകമായിരിക്കുന്നു. അപ്പോൾ മേഘത്തിന്മേലിരിക്കുന്നവൻ തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു. സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു. അവനും മൂർച്ചയുള്ള അരിവാൾ ഉണ്ടായിരുന്നു. വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു.
അവൻ അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ മൂർച്ചയുള്ള അരിവാളയച്ച് ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക, എന്തെന്നാൽ മുന്തിരി ഫലങ്ങൾ പാകമായിരിക്കുന്നു. അപ്പോൾ ദൂതൻ തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിവിള ശേഖരിച്ച് ദൈവകോപത്തിൻ്റെ വലിയ മുന്തിരിച്ചക്കിലിട്ടു. പട്ടണത്തിന് വെളിയിൽ മുന്തിരിച്ചക്ക് ചവിട്ടിപ്പിഴിഞ്ഞു. ചക്കിൽ നിന്ന് കുതിരകളുടെ കടിഞ്ഞാൺ വരെ ഉയരത്തിൽ 1600 സ്ഥാദിയോൺ നീളത്തിൽ രക്തപ്രവാഹമുണ്ടായി. എബ്രായർക്കുള്ള ലേഖനം അധ്യായം 1. ദൈവപുത്രൻ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം പിതാക്കന്മാരോട് സംസാരിച്ചു. ഈ അവസാന നാളുകളിൽ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി അവരോധിക്കുകയും അവൻ മുഖേന പ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളുടെ ശുദ്ധീകരണം നടത്തിയിട്ട് ഉന്നതങ്ങളിൽ മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന പോലെ അവനും അവരെക്കാൾ മഹനീയനാണ്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. എന്തെന്നാൽ ദൂതന്മാരിൽ ആരോടാണ് എപ്പോഴെങ്കിലും നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്നും വീണ്ടും ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൈവം അരുൾ ചെയ്തിട്ടുള്ളത്? പിന്നെയും തൻ്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തൻ്റെ ദൂതന്മാരെ കാറ്റുകളും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നുവെന്ന് ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പുത്രനെപ്പറ്റിയോ, ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കുമുള്ളതാണ്, അങ്ങയുടെ രാജ്യത്തിൻ്റെ ചെങ്കോൽ പരമാർത്ഥതയുടെ ചെങ്കോലാണ് എന്നും. അങ്ങ് നീതിയെ സ്നേഹിച്ചു, അനീതിയെ വെറുത്തു. അതിനാൽ അങ്ങയുടെ സ്നേഹിതരെക്കാൾ അധികമായി സന്തോഷത്തിൻ്റെ തൈലം കൊണ്ട് അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. വീണ്ടും കർത്താവേ, ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശങ്ങൾ അങ്ങയുടെ കരവേലകളാണ്. അവ നശിക്കും, അങ്ങാകട്ടെ നിലനിൽക്കും. വസ്ത്രം പോലെ എല്ലാം പഴകിപ്പോകും, മേലങ്കി പോലെ അങ്ങ് അവ മടക്കും. വസ്ത്രം പോലെ അവ മാറ്റും, എന്നാൽ അങ്ങ് തന്നെ. അങ്ങയുടെ വത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകരായ അരൂപികളല്ലേ അവരെല്ലാം. എബ്രായർ അധ്യായം 2. രക്ഷ ക്രിസ്തുവിലൂടെ. ഇക്കാരണത്താൽ നാം കേട്ടിട്ടുള്ളവയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൂതന്മാർ വഴി പറയപ്പെട്ട വചനം സ്ഥിരീകരിക്കപ്പെടുകയും ഓരോ നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷ അവഗണിച്ചിട്ട് നാം ശിക്ഷയിൽ നിന്നെങ്ങനെ രക്ഷപ്പെടും? ഈ രക്ഷ കർത്താവ് തന്നെ ആദ്യം പ്രഖ്യാപിക്കുകയും അത് ശ്രവിച്ചവർ നമുക്ക് സ്ഥിരീകരിച്ചു തരികയും ചെയ്തു. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പല വിധത്തിലുമുള്ള ശക്തികർമ്മങ്ങൾ എന്നിവയാലും തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. എന്തെന്നാൽ നാം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലല്ലോ അവിടുന്ന് അധീനമാക്കിയത്. ഇതേക്കുറിച്ച് ആരോ എവിടെയോ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: അങ്ങ് ഓർക്കാൻ മാത്രം മനുഷ്യൻ ആരാണ്? പരിഗണിക്കാൻ മാത്രം മനുഷ്യപുത്രൻ ആരാണ്? ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. സമസ്തവും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി. എല്ലാം അവൻ്റെ അധീനതയിലാക്കിയപ്പോൾ അവന് കീഴ്പ്പെടാത്തതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല. എന്നാൽ ഇപ്പോൾ എല്ലാം അവന് അധീനമായതായി നാം കാണുന്നില്ല. ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം അനുഭവിക്കേണ്ടതിന് ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശുവിനെ മരണത്തിൻ്റെ സഹനം വഴി മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടമണിഞ്ഞവനായി നാം കാണുന്നു. എന്തെന്നാൽ ആർക്കു വേണ്ടിയും ആര് മൂലവും എല്ലാമായിരിക്കുന്നുവോ അവിടുന്ന് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷയുടെ നായകനെ സഹനം വഴി പരിപൂർണനാക്കുക സമുചിതമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരുമെല്ലാം ഒരുവനിൽ നിന്ന് തന്നെ. അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല. അവൻ പറയുന്നു, അങ്ങയുടെ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും. സഭാമധ്യേ അങ്ങയെ ഞാൻ സ്തുതിക്കും. വീണ്ടും ഞാൻ അവനിൽ ദൃഢവിശ്വാസം അർപ്പിക്കുമെന്നും ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളുമെന്നും അവൻ പറയുന്നു. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും പങ്കുകാരാകുന്ന പോലെ അവനും അവയിൽ ഭാഗഭാക്കായി. അത് മരണത്തിന്മേൽ ആധിപത്യമുള്ളവനെ, അതായത് പിശാചനെ, തൻ്റെ മരണത്താൽ നശിപ്പിച്ച്
മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ മോചിപ്പിക്കാനാണ്. എന്തെന്നാൽ അവൻ ദൂതന്മാരെയല്ല ഏറ്റെടുത്തത്, അബ്രാഹത്തിൻ്റെ സന്തതിയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. അവൻ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. എബ്രായർ അധ്യായം 3. മോശയേക്കാൾ ശ്രേഷ്ഠൻ. അതിനാൽ സ്വർഗീയ വെളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നമ്മുടെ ഏറ്റുപറച്ചിലിൻ്റെ അപ്പസ്തോലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെപ്പറ്റി ചിന്തിക്കുവിൻ. മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്ന പോലെ അവനും തന്നെ നിയമിച്ചവനോട് വിശ്വസ്തനായിരുന്നു. അവൻ മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു. വീട് പണിതവന് വീടിനേക്കാൾ മഹത്വമുള്ളതുപോലെ. ഓരോ വീടും ആരാലെങ്കിലും നിർമ്മിതമാണല്ലോ, എന്നാൽ എല്ലാം നിർമ്മിച്ചവൻ ദൈവമാണ്. പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യമാകേണ്ടതിന് അവിടുത്തെ ഭവനം മുഴുവനിലും മോശ ഭൃത്യനെ പോലെ വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിന് മേൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയുടെ അഭിമാനവും മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. ദൈവിക വിശ്രാന്തി. പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമെങ്കിൽ മരുഭൂമിയിലെ പരീക്ഷണകാലത്ത് എതിർക്കലിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ എൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടും നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ നിരന്തരം പരീക്ഷിച്ചു 40 വർഷം. അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ വഴിതെറ്റുന്നു. എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്ത പോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിലാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം ഓരോ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങളിലാരും പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കാനാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൻ്റെ പങ്കുകാരായിട്ടുള്ളൂ. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമെങ്കിൽ എതിർപ്പിൻ്റെ കാലത്തെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ശ്രവിച്ചിട്ടും എതിർത്തവരാരാണ്? മോശ വഴി ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന എല്ലാവരുമല്ലേ? 40 വത്സരം അവിടുന്ന് കോപിച്ചത് ആരോടാണ്? പാപം ചെയ്ത് ആരുടെ ശരീരങ്ങളാണോ മരുഭൂമിയിൽ നിബദിച്ചത് അവരോടല്ലേ? അനുസരണക്കേട് കാണിച്ചവരോടല്ലെങ്കിൽ പിന്നെ മറ്റാരോടാണ് ഒരിക്കലും തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് അവിടുന്ന് ശപഥം ചെയ്തത്? അങ്ങനെ അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു. എബ്രായർ അധ്യായം 4. അതിനാൽ അവിടുത്തെ വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ അർഹതയില്ലാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അവരെപ്പോലെ തന്നെയാണ് നമ്മളും സുവിശേഷം കേട്ടവരായത്. എന്നാൽ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം കേട്ടവരുമായി വിശ്വാസത്തിലൂടെ അവർ യോജിച്ചു നിന്നില്ല. എന്നാൽ വിശ്വസിച്ചവരായി നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോകസ്ഥാപനം മുതൽ അവിടുത്തെ പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്ത പോലെ തീർച്ചയായും അവർ എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. 7-ാം ദിവസത്തെപ്പറ്റി അവിടുന്ന് ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ എല്ലാ പ്രവൃത്തികളിലും നിന്ന് 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. വീണ്ടും ഈ ഭാഗത്ത് തീർച്ചയായും അവരെൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. മുൻപ് സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല. അതിനാൽ ചിലർ അതിലേക്ക് പ്രവേശിക്കാനുണ്ട് എന്നത് നിലനിൽക്കുന്നു. വീണ്ടും അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കാതിരുന്നെങ്കിൽ. ജോഷുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ അതിനുശേഷം അവിടുന്ന് മറ്റൊരു ദിവസത്തെപ്പറ്റി പറയുമായിരുന്നില്ല. അതിനാൽ ദൈവജനത്തിന് ഒരു സാബത്ത് വിശ്രമം ശേഷിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ദൈവം അവിടുത്തേതിൽ നിന്നെന്ന പോലെ വിശ്രമിക്കുന്നു. ഇതുപോലുള്ള അനുസരണക്കേട് മൂലം ആരും വീഴാതിരിക്കേണ്ടതിന് നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഏതിരുതലവാളിനേക്കാളും മൂർച്ചയേറിയതും ചേതനയും ആത്മാവും സന്ധിബന്ധങ്ങളും മജ്ജയും വേർതിരിക്കും വിധം തുളച്ചു കയറുന്നതും ഹൃദയത്തിൻ്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിക്കുന്നതുമാണ്. അവിടുത്തെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുമ്പിൽ സകലവും നഗ്നവും അനാവൃതവുമാണ്.
നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തോടാണ്. പ്രധാന പുരോഹിതൻ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയ മഹാനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ഏറ്റുപറച്ചിൽ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ എല്ലാ കാര്യങ്ങളിലും സമാനമായ വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടവനാണ്, എന്നാൽ പാപരഹിതനും. അതിനാൽ ആവശ്യമുള്ളപ്പോൾ സഹായത്തിനായി കരുണ സ്വീകരിക്കാനും കൃപ കണ്ടെത്താനും കൃപയുടെ സിംഹാസനത്തെ ആത്മധൈര്യത്തോടെ നമുക്ക് സമീപിക്കാം. സുഭാഷിതങ്ങൾ അധ്യായം 31 വാക്യങ്ങൾ 19 മുതൽ 22 വരെ. നെയ്ത്തുദണ്ടിൽ അവൾ തൻ്റെ കൈകൾ പ്രയോഗിക്കും, അവളുടെ കരതലങ്ങൾ തക്കളി പിടിക്കും. അവൾ പീഡിതനു വേണ്ടി തൻ്റെ കരതലം തുറക്കും, ദരിദ്രൻ്റെ നേർക്ക് അവൾ തൻ്റെ കൈകൾ നീട്ടും. തൻ്റെ കുടുംബത്തിന് മഞ്ഞേൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല, എന്തെന്നാൽ അവളുടെ കുടുംബം മുഴുവൻ ചുമപ്പ് കമ്പിളി അണിഞ്ഞിട്ടുണ്ട്. അവൾ തനിക്ക് വേണ്ടി തന്നെ വിരിപ്പുകൾ നിർമ്മിക്കുന്നു, ശ്വേതചണവും നീലലോഹിത വസ്ത്രങ്ങളുമാണ് അവൾ ധരിക്കുന്നത്. പ്രിയമുള്ളവരെ, 362 ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ 12 മുതൽ 14 വരെ അധ്യായങ്ങളാണ് ഇന്ന് വായിച്ചത്. 12-ാം അധ്യായം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. സ്ത്രീയും മഹാവ്യാളിയും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് ഈ അധ്യായം പറയുന്നത്. 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ സ്വർഗത്തിൽ വാഗ്ദാന പേടകം കാണപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. ആ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണ് എന്ന് പല സന്ദർഭങ്ങളിൽ മുൻപ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മറിയം വാഗ്ദാന പേടകം എന്ന ഒരു തലക്കെട്ടിൽ യൂട്യൂബിൽ ദീർഘമായ സ്റ്റഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ കൂടുതൽ വ്യക്തത ലഭിക്കുന്നതാണ്. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവൾ ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞിനെ വിഴുങ്ങാൻ കാത്തു നിന്ന വ്യാളി, ആ കുഞ്ഞ് സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിനെയാണ് എന്ന് നമുക്കറിയാം. മരുഭൂമിയിലേക്ക് ആ സ്ത്രീ പലായനം ചെയ്യുന്നു. അവളെ വേട്ടയാടാൻ ആ വ്യാളി പരിശ്രമിക്കുന്നു. മാലാഖമാർ ആ വ്യാളിക്കെതിരായി യുദ്ധം ചെയ്യുന്നു. അതിനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്നു. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് 2 മൃഗങ്ങളാണ്. കടലിൽ നിന്ന് കയറി വരുന്ന ആദ്യത്തെ മൃഗം, അതിന് 10 കൊമ്പും 7 തലകളും, സൂചിപ്പിക്കുന്നത് എതിർ ക്രിസ്തുവിനെയാണ്, ആൻറ്റി ക്രൈസ്റ്റിനെയാണ്. രണ്ടാമത് ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മറ്റൊരു മൃഗം, അത് സൂചിപ്പിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ വ്യാജപ്രവാചകനെയാണ്. അതിന് 2 കൊമ്പുകളാണ്. അത് ഈ ആദ്യത്തെ മൃഗത്തെ, എതിർ ക്രിസ്തുവിനെ ആരാധിക്കാൻ ജനതകളെ പ്രേരിപ്പിക്കുന്നു. ആദ്യത്തെ മൃഗത്തിൻ്റെ നമ്പർ 666 ബൈബിളിലെ 7 ദൈവികമായ നമ്പറാണ്. 7-1 6. അതുകൊണ്ട് തന്നെ അത് ദൈവനിഷേധത്തിൻ്റെ അടയാളമാണ് ബൈബിളിൽ. നെബൂഖദ്നേസർ നിർമ്മിച്ച ആ പ്രതിമയുടെ ഉയരം 6മായി ബന്ധപ്പെട്ട ഒരു കണക്കാണ് പറയുന്നത്. സോളമൻ സമാഹരിച്ച സ്വർണത്തിൻ്റെ താലന്തുകളുടെ കണക്ക് പറയുമ്പോഴും ഒരു 6 അവിടെ ഉണ്ട്, 666 ഉണ്ട്. അതുപോലെ തന്നെ ഗോലിയാത്തിൻ്റെ ഉയരത്തിൻ്റെ കണക്ക് പറയുന്ന ഭാഗത്തും ഈ 6 എന്ന നമ്പറിൻ്റെ ഉപയോഗം കാണാൻ കഴിയും. അതായത് ദൈവത്തിനെതിരെ മറുതലിച്ച് നിൽക്കുന്ന ഒരു ഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിൻ്റെ അടയാളമാണ് ഈ നമ്പർ. നീറോ ചക്രവർത്തിയുടെ ഹെബ്രായ ന്യൂമറിക്കൽ നമ്പറാണ് 666 എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും നിലവിലുണ്ട്. എന്തായാലും ഇത് ദൈവനിഷേധത്തിൻ്റെ, ദൈവനിഷേധിയുടെ നമ്പറാണ് 666. ഇനി ആ മൃഗത്തിൻ്റെ മുദ്ര ഇടുന്നതിനെക്കുറിച്ച് ഉള്ള വിവരണം നമ്മൾ വായിക്കുന്നു. 7-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ മുദ്രയിടപ്പെട്ട ആളുകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ, ആ മുദ്രയിടപ്പെടാത്തവർ, ക്രിസ്തുവിൻ്റെ മാർഗത്തിന് വിധേയപ്പെടാത്തവർ ഈ മൃഗത്തിൻ്റെ മുദ്രയിടപ്പെടുന്നതായി നമ്മൾ വായിക്കുന്നു. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്തിമമായ വിളവെടുപ്പിനെക്കുറിച്ച്, കുഞ്ഞാട് സിയോൻ മലയിൽ നിൽക്കുന്നതായും കുഞ്ഞാടിൻ്റെ ഒപ്പം കുഞ്ഞാടിൻ്റെ മുദ്രയിടപ്പെട്ട ജനത, അവരുടെ നെറ്റിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമം, അതുപോലെ തന്നെ ബാബിലോണിൻ്റെ പതനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്, 3 മാലാഖമാർ നൽകുന്ന സന്ദേശങ്ങൾ, അന്തിമമായ വിളവെടുപ്പിനെക്കുറിച്ചുള്ള സൂചനകൾ, ഇത്രയും കാര്യങ്ങളാണ് 14-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. നമ്മൾ ഇന്നു മുതൽ ഹെബ്രായ ലേഖനത്തിൽ നിന്ന് വായിച്ചു തുടങ്ങുന്നു. ഞാൻ ഹെബ്രായ ലേഖനത്തെക്കുറിച്ചുള്ള ഒരു വിവരണം
ഈ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും നൽകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് പരാമർശിച്ചു പോയതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് അവസാനം ഈ വായന തീരുന്നതിന് മുമ്പ് തീർച്ചയായും സൂചിപ്പിക്കാൻ കഴിയും. അനുഗ്രഹീതമായ ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ വെളിപാട് പുസ്തകത്തിൽ നിന്ന് വിശദീകരണങ്ങൾ നടത്താത്തത് അത് 4-5 മിനിറ്റ് കൊണ്ട് ഒരിക്കലും നിർവഹിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ്. നമുക്ക് കൂടുതൽ വിശദമായൊരു പഠനം വെളിപാട് പുസ്തകവുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളെല്ലാം ആ സമയത്ത് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി കർത്താവ് കൃപയിൽ നിലനിൽക്കാൻ സഹായിച്ച്, സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും നിലനിൽക്കാൻ സഹായിച്ച് നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് പരസ്പരം സമർപ്പിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.